കണ്ണൂർ അയ്യൻകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ ചായ്പ് തകർത്തു. ആനയെ തുരത്താനുള്ള നടപടി തുടരുകയാണ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അജീഷ്, ഇപ്പോഴും ഈ ജനവാസ മേഖലയിലൂടെ പരക്കം പായുകയാണോ ആന? അജീഷ്, ഇപ്പോഴും ഈ ആനയെ തുരത്താനുള്ള നടപടികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടരുകയാണ്. ഈ ഇപ്പോഴും ജനവാസ മേഖലയിൽ നിന്ന് അകലെയല്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ ആന ഈ തമ്പടിച്ചിരിക്കുന്നത്. എന്നാൽ വന അതിർത്തിയോട് കുറച്ചും കൂടി അടുത്തേക്ക് ഈ ആന എത്തിയിട്ടുണ്ടെന്നാണ് വനപാലകർ പറയുന്നുണ്ട്. ഇപ്പോഴും അതിനെ തുരത്താനുള്ള നടപടികൾ തുടരുകയാണ്. ഇതിനിടയിൽ ഈ ആന ഈ ജനവാസ മേഖലയിലെ ഈ വീടുകൾക്കിടയിലൂടെയൊക്കെ ഓടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് രണ്ടുപേരുടെ വീടിന്റെ ഭാഗത്തുള്ള ഒരു വീടിന്റെ കാർ പോർച്ചും ഒപ്പം തന്നെ മറ്റൊരു വീടിന്റെ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ പുരയും ഈ കാട്ടാന ഈ ഓടുന്നതിനിടയിൽ തകർത്തു. ആളുകളെല്ലാം പരിഭ്രാന്തരായി. പലരും ഈ ആനയുടെ ഈ കണ്ണിൽപ്പെടാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ചിലരൊക്കെ ആനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ആളുകൾ പരമാവധി ഇന്ന് രാത്രി മുഴുവനും ഈ അയ്യൻകുന്ന് കരിക്കോട്ടക്കരി മേഖലയിലെ ആളുകളെ പുറത്തിറങ്ങാതെ സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഈ പഞ്ചായത്ത് പ്രാദേശിക ഭരണകൂടം നൽകിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ പ്രാദേശിക ഭരണകൂടത്തിലെ ആളുകളടക്കം ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് വാഹനങ്ങളടക്കം ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നത് പോലീസ് തടഞ്ഞിട്ടുമുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.